സരസ്വതി ടീച്ചറെയും കൊണ്ട് കനി ബുള്ളറ്റിൽ സ്കൂളിലേക്ക് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അവർ സ്കൂളിലെത്തുമ്പോൾ മേരി ടീച്ചർ മകൻ്റെ കാറിൽ വരുന്നുണ്ട്. അവർ തമ്മിൽ പരിചയപ്പെടുന്നു. കനി പോകുമ്പോൾ വീട്ടിലേക്കാണോ എന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട്. അല്ല, ഒന്ന് കറങ്ങി ചെറിയമ്മ വരുമ്പോഴേക്കും വീട്ടിലെത്താമെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അവിടെ മഹേഷിൻ്റെ ബേക്കറിയിൽ ഗേൾഫ്രണ്ട് വന്ന് പുറത്തു നിൽക്കുന്നുണ്ട്. അവൾ അകത്തു കയറാത്തതുകൊണ്ട് മഹേഷ് ചെന്ന് നിർബന്ധിച്ച് അവളെ അകത്ത് കയറ്റി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കനി അവിടേക്ക് എത്തുന്നത്. അവൾ വന്നൊരു ടേബിളിൽ ചെന്നിരുന്ന് മഹേഷേട്ടോ, നിങ്ങൾ കുറച്ചുകൂടി യങ്ങായല്ലോ. അങ്ങനൊന്നുമില്ല, നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ കനി? അവധിയാ? നമ്മളിനി പോകുന്നിടം വരെ നമുക്ക് അവധിയായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, കനത്തിൽ എന്തെങ്കിലും എടുക്ക്. മധുരം ബേക്കേഴ്സിൽ കോളേജ് കുമാരികൾക്ക് മധുരം കൂടിയ ജ്യൂസ് കൊടുക്കുന്നുണ്ട്, ഒരു കരക്കമ്പി കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ഗേൾഫ്രണ്ട് എണീറ്റ് പോകുന്നുണ്ട്. കനി അപ്പോൾ കുട്ടിക്ക് പഞ്ചസാര കുറഞ്ഞെന്ന് തോന്നുന്നു, ഒട്ടും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അവൾ എണീറ്റ് പോകുന്നു. മഹേഷ് ദേഷ്യത്തോടെ കനിയോട്, സ്ഥിരം കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയൊന്നും പറയരുത്, അവർക്ക് ഇഷ്ടാവില്ല. സ്ഥിരം കസ്റ്റമേഴ്സാണെന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവൾ 500 രൂപ മഹേഷിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങി പോകുന്നുണ്ട്. ജ്യൂസും പോയി, പണവും പോയി എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു. റോഡിൽ മേരി ടീച്ചറുടെ മകൻ ജോൺ കാർ കേടായത് നന്നാക്കി നിൽക്കുന്നുണ്ട്. കനി അങ്ങോട്ട് എത്തുന്നു. എന്തേലും സഹായം വേണോ? വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ജോൺ അവളുടെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, കനി ചോദിക്കുമ്പോൾ. പണ്ട് സ്കൂൾ അടച്ചപ്പോൾ സരസ്വതി ടീച്ചറുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് ജോണും പറയുന്നു. പിന്നീട് അവർ വർക്ക്ഷോപ്പിൽ എത്തുന്നുണ്ട്. പോട്ടെ മാഷേ എന്ന് കനി പറയുമ്പോൾ, അതെന്താ ഒരു മാഷേ വിളി? സാധാരണ ഞാൻ എല്ലാവരെയും ബ്രോന്നാ വിളിക്കുക, മാഷെ കണ്ടപ്പോൾ അങ്ങനെ വിളിക്കാൻ തോന്നിയതാ. പോട്ടെ മാഷേ എന്ന് പറഞ്ഞവൾ പോകുന്നു. സ്കൂളിൽ സ്റ്റാഫ് റൂമിലിരുന്ന് മിഥുൻ സാർ ബുക്ക് വായിക്കുമ്പോൾ നീന ടീച്ചർ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കണ്ട് മിഥുൻ സാർ എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ, അടുത്ത വായനാ ദിനത്തിന് പോസ്റ്റർ അടിക്കാനുള്ള സ്റ്റിൽ കിട്ടി. ഇത് കാണുമ്പോൾ കമലാക്ഷി ടീച്ചർ, ഇവിടെ ചിലർ കണ്ണടച്ച് പാല് കുടിക്കുന്നുണ്ട്, ആരും കാണില്ലെന്നാ വിചാരം. അപ്പോൾ മദനൻ സാർ, അത് ശരിയാടി, നമ്മൾ പഴയ അധ്യാപകരുടെ ഡിഗ്നിറ്റി കളയും. ഇപ്പോഴത്തെ ഈ അധ്യാപികമാര് പുതിയ തലമുറയുടെ സൗഹൃദം നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാ സാറേ, വെറുതെ അവരുടെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ ഡിഗ്നിറ്റി കളയണ്ടെന്ന് സരസ്വതി ടീച്ചർ. ഞങ്ങൾക്ക് തോന്നിയ കാര്യമില്ലേ പറഞ്ഞത്? തോന്നിയ കാര്യം പറയാനുള്ള സ്ഥലമല്ല സ്കൂള്. ടീച്ചർമാർ അങ്ങനെ പറയരുത്. ഇവരിപ്പോൾ നല്ല സുഹൃത്തുക്കളാ. ഇനി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യമില്ലല്ലോ. അതിൽ കയറി നമ്മളെന്തിന് അഭിപ്രായം പറയണം എന്ന് സരസ്വതി ടീച്ചർ പറയുന്നു. അപ്പോഴേക്കും മേരി ടീച്ചർ വന്ന് സരസ്വതി ടീച്ചറെ സോമൻ സാർ വിളിക്കുന്നു. സ്റ്റേറ്റ് അവാർഡ് പ്രോഗ്രാമിനുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഡേറ്റ് അറിഞ്ഞോ? ഇല്ല, ഓഫീസിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സോമൻ സാർ പറയുന്നു, ഈ മാസം 29-നാ ഫംഗ്ഷൻ, ആരൊക്കെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മിഥുൻ സാർ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ, കല്യാണത്തിന് കൂടാം, ഇതിന് വരണമെന്ന് നീന ടീച്ചർ പറയുന്നുണ്ട്. ഇത് കണ്ട് കമലാക്ഷി ടീച്ചറും മദനൻ സാറും സംശയത്തോടെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടീച്ചറുടെ വീട്ടിൽ. വീണയോട് കനി, മേരിക്കുട്ടി ടീച്ചറുടെ മോൻ ജോൺ ആളെങ്ങനെയുണ്ട്? എന്താടി, പുള്ളിക്ക് ഞാൻ ഇന്നൊരു ലിഫ്റ്റ് കൊടുത്തായിരുന്നു, പുള്ളിയുടെ കാറ് വഴിയിലായി. ആളിപ്പോൾ മുറ്റ ഗ്ലാമറൊക്കെയാണല്ലോ. അക്കളി വേണ്ട മോളെ. വേറൊന്നുമില്ല, ചുമ്മാ ഒരു ക്രഷ്. മേരി ടീച്ചറോട് തല്ല് കിട്ടാതെ നോക്കിക്കോ. മേരി ടീച്ചർ ചെറിയമ്മയോട് എന്നെപ്പറ്റി പറഞ്ഞത് വല്ലതും അറിഞ്ഞായിരുന്നോ? എന്തൊരു സ്മാർട്ടാ, പെൺകുട്ടികളായ ഇങ്ങനെയൊക്കെ വേണം. ഈ കാര്യം കേട്ട അഭിപ്രായം ഒക്കെ അങ്ങ് മാറുന്ന വീണ പറയുന്നുണ്ട്. സരസ്വതി ടീച്ചർ അടുക്കളയിൽ നിൽക്കുമ്പോൾ ടീച്ചർക്കൊരു കോൾ വരുന്നു. സരസ്വതി, 29-ന് അവാർഡ് ദാന ചടങ്ങിൽ ഞാനെത്തും, നേരിൽ കാണണം, സംസാരിക്കണം, ഓക്കെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചർ എന്തോ ഓർത്ത് നിൽക്കുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുകയാണ്. അതിനിടയിൽ ബെല്ലടിക്കുന്നു. ക്ലാസ്സിലേക്ക് ഓടുമ്പോൾ ഒരു കുട്ടി തട്ടി വീഴുന്നു. മിഥുൻ സാർ ഓടി വന്ന് കുട്ടിയെ എടുക്കുന്നുണ്ട്. കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് നീന ടീച്ചറും വന്ന്, എന്ത് പറ്റി? കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഫാത്തിമ വീണതാ, സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി മുറിവ് കെട്ടി കൊടുക്കുന്നുണ്ട് മിഥുൻ സാറും നീന ടീച്ചറും. സരസ്വതി ടീച്ചർ അപ്പോൾ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മിഠായി ഒക്കെ കൊടുക്കുന്നു. സോമൻ സാറോട് പറഞ്ഞ് കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കെന്ന് സരസ്വതി ടീച്ചർ പറഞ്ഞിട്ട് സരസ്വതി ടീച്ചറും മേരി ടീച്ചറും അവിടുന്ന് പോകുന്നു. സമയത്ത് അവിടേക്ക് വരുന്ന PTA പ്രസിഡന്റ് മിഥുൻ സാറും നീന ടീച്ചറും സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചിരിക്കുന്നത് കണ്ട് സംശയത്തോടെ നോക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന മദനൻ സാറിനും കമലാക്ഷി ടീച്ചർക്കും അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. വീട്ടിൽ വിളിച്ചു പറയാൻ പുറത്തേക്ക് നീന ടീച്ചർ പോകുന്നുണ്ട്. HMന്റെ റൂമിൽ ചെന്ന് ഫാത്തിമ വീണ കാര്യം പറയുന്നു. ഞാനും മിഥുൻ സാറും ഫാത്തിമയെ വീട്ടിലാക്കിയിട്ട് വരാം സാർ എന്ന് പറഞ്ഞ് അവർ ബൈക്കിൽ കയറി പോകുന്നുണ്ട്. ഇത് കാണുന്ന അസൂയക്കാരായ മദനൻ സാറും കമലാക്ഷി ടീച്ചറും. അവർ ഫാത്തിമയുടെ വീട്ടിലെത്തുമ്പോൾ അവളുടെ ഉമ്മ പുറത്തേക്ക് വരുന്നു. ഉമ്മയെ കണ്ടിട്ട് അവൾ കരയാൻ തുടങ്ങുന്നുണ്ട്. ഉമ്മ അവളെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് അവരെ വിളിക്കുന്നു.
അവിടെ എത്തുമ്പോൾ ഫാത്തിമയുടെ ബാപ്പുമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് നീന ടീച്ചറും മിഥുൻ സാറും അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് PTA പ്രസിഡന്റ് സുനി ചായക്കടയിലിരുന്ന് നീന ടീച്ചറെക്കുറിച്ച് അപവാദം പറയുന്നതാണ്. ആ പുതിയ ടീച്ചറില്ലേ നീന, അവൾ എപ്പോഴും ആ മിഥുൻ്റെ കൂടെ തന്നെ. അത് നമ്മുടെ ആ കുടിയൻ പീറ്ററിൻ്റെ മോളല്ലേ, സൂപ്പർ തന്ത, കിഡ്നി വരെ പണയം വെച്ച് കുടിക്കുന്ന മുതലാ. അപ്പോൾ പിന്നെ നല്ലൊരു വീട്ടിലെ പയ്യനെ കിട്ടിയ പുളിക്കോ? പിന്നല്ലാതെ, സാറിന് അതൊരു നേരം പോക്കാണ് എന്ന് സുനി പറയുമ്പോൾ ഹോട്ടലിൻ്റെ മുൻവാതിലിൽ പിടിച്ചു നിൽക്കുന്ന മിഥുൻ സാർ, വേറെയും ചില നേരം പോക്കുകളൊക്കെയുണ്ട്. സുനി അങ്ങോട്ട് നോക്കുമ്പോൾ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന മിഥുൻ സാറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.